വിളിച്ചും വിശേഷിപ്പിച്ചും നമ്മൾ ഏറെ തളർന്നതാണ്. നമ്മളെ വിസ്മയിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ആ മനുഷ്യനൊരു തളർച്ചയുമില്ല. ലയണൽ ആൻഡ്രസ് മെസ്സി സദാ ഗോട്ടെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കേണ്ട കാര്യവുമില്ലല്ലോ. അതങ്ങനെ തന്നെയാണ്. പക്ഷേ മെസ്സി ആയിരിക്കുക എന്നത് വളരെ പ്രയാസമേറിയ ഒരു കാര്യമാണ്. ഇന്നോളം അനുഭവിച്ച പാപങ്ങൾക്ക് ഇന്നിൻ്റെ കാലത്ത് പരിഹാരം പകരുമ്പോൾ, അംഗീകരിക്കാൻ കഴിയാത്ത ലോകത്ത് അയാളുടെ പ്രയത്നങ്ങളെല്ലാം വിഫലമായി പോകുമ്പോൾ ഏറെ വിഷമമുണ്ട്. പക്ഷേ ബ്രസീലിൻ്റെ വിജയകഥകൾ മാത്രം കേട്ട് ശീലിച്ച ഫുട്ബോൾ ലോകത്തിലേക്ക് നിത്യനായി മെസ്സി അവതാര കഥകൾ ശീലമാക്കുമ്പോൾ വിവാദങ്ങൾക്ക് വഴിവെക്കുന്നതും അത് അയാളുടെ ഐതിഹാസികതയ്ക്ക് കളങ്കം വരുത്തുന്നതും മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെയാണ്. പക്ഷേ അംഗീകരിക്കാൻ മടിയുള്ളവരുടെ അവസാനായുധം ഇൻസൾട്ടായി മാറുന്നതാണ് ഇന്ന് നാം ദർശിച്ചുകൊണ്ടിരിക്കുന്നത്. അർജന്റീന എന്ന ടീമിൻ്റെ കഴിവിന് പകരം വെക്കാൻ ഇന്ന് മറ്റൊരു ടീമില്ല എന്നത് പരമാർത്ഥമാണ്. അവരുടെ താരങ്ങളുടെ മെൻറ്റാലിറ്റിയും മൈൻഡ് സെറ്റും അങ്ങനെ മറ്റാർക്കും അവകാശപ്പെടാൻ സാധിക്കുകയുമില്ല. കൂടെ അവർക്കൊപ്പം മെസ്സിയുമുണ്ട്. ഇതെല്ലാം ഉണ്ടായിട്ടും അവരുടെ കഥകളിൽ അറിഞ്ഞോ അറിയാതെയോ ഫിഫയുടെ നിയന്ത്രണമുണ്ടെന്ന ആരോപണങ്ങൾ ഈ കലയെയും അവരുടെ പ്രയത്നത്തെയും അപ്പാടെ കളങ്കപ്പെടുത്തുകയാണ്. 2 ഗോളുകൾക്ക് മുന്നിൽ നിന്നിട്ട് പോലും അത് നിലനിർത്താനും വിജയിക്കാനും സാധിക്കാതെ പോയത് ഈജിപ്തിൻ്റെ പിടിപ്പുകേട് ഒന്നുകൊണ്ട് തന്നെയാണ്. സ്കലോണിയുടെ ആവനാഴിയിലെ തന്ത്രങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള കെൽപ്പും മായസും ഉണ്ടായില്ല എന്ന് സാരം. കൂടെ അവർക്കൊപ്പം മെസ്സി ഉണ്ടായിരുന്നു. അതാണ് പലരും വിസ്മരിച്ചു പോയതും. ഒരു മോശം പെനാൽറ്റി കൊണ്ട് നിരാശയോടെയാണ് അയാൾ അന്ന് അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ എന്തായിരിക്കും അന്നത്തെ പ്രഭാതം അയാൾക്കായി കാത്തുവെക്കുന്നത്? അയാളുടെ രക്തത്തിനെ ദാഹിക്കുന്ന മനസ്സുകൾ എങ്ങനെയായിരിക്കും അയാളെ സ്വീകരിക്കാൻ ഒരുങ്ങുന്നത്? പക്ഷേ അയാളുടെ അവസാനം എങ്ങനെയായിരിക്കണമെന്ന് അയാൾ തന്നെ വിചാരിക്കണ്ടേ? മനോഹരമായതൊക്കെയും അയാൾ ഇന്നോളം നമുക്ക് നൽകിക്കഴിഞ്ഞു. കഴിഞ്ഞ കാലങ്ങളെല്ലാം സാക്ഷിയാണ്. അതിൻ്റെ ബാക്കിയായിരുന്നു പിന്നീടുള്ള ദർശനവും. 78 മിനിറ്റുകൾ നീണ്ട ഭാരത്തെ റൊമേരോയ്ക്ക് നൽകിയ ക്രോസിൽ മെസ്സി തിരുത്തുകയാണ്. ശേഷം ക്രൂശിക്കാൻ കാത്തിരുന്നവരുടെ നെഞ്ചകം കീറിമുറിച്ച് ബോക്സിൽ കിട്ടിയ അവസരത്തിലൊപ്പം പിടിക്കുമ്പോൾ അയാൾ വീണ്ടും പറയുകയാണ്, അവസാനിച്ചുവെന്ന്, നിർത്തുകയാണ് എന്ന് താൻ കട്ടായം പറയണമെന്ന്. നിങ്ങൾക്കയാളെ മതിവരുവോളം ഫിഫ ബോയ് എന്ന് വിളിക്കാം. അർജന്റീനയ്ക്കെതിരെ ഉയരുന്ന ക്ലെയിമുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാം. പക്ഷേ അയാളുടെ തോൽവി ആഘോഷിക്കാൻ കാത്തിരിക്കുന്നവരുടെ കഥ കഴിക്കാൻ അവരവരുടെ ഗോൾ മുഖം തേടി അയാൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അർജന്റീനയ്ക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് വേവലാതിപ്പെടാം. ഫേവറിസം സത്യമായിരിക്കാം, ആകാതിരിക്കാം. പക്ഷേ അതവരുടെ കളിയെയും കളിക്കാരെയും വിലയിടാനും അപമാനിക്കുവാനും തരമാകരുത്. അതെ, മെസ്സി തുടരുകയാണ്. ഇന്നോളം കണ്ട എല്ലാ മനോഹാരിതകൾക്കും അപ്പുറത്തേക്ക് ലയണൽ മെസ്സിയിൽ ഉഗ്രമായ ഫീർലെസ് മൂവ്മെൻറ്റുകളും ഏറ്റവും നിർണായകരമായ മത്സരങ്ങളിൽ പോലും കടുത്ത സമ്മർദ്ദത്തെ മറികടന്നുകൊണ്ട് കൗണ്ടർ പഞ്ചുകൾ നൽകാനുള്ള തൻ്റെ കഴിവും ഒരു കോട്ടവും വരാത്ത മെൻറ്റാലിറ്റിയും ഇന്നും അവസാനിച്ചിട്ടില്ല എന്ന ഏറ്റവും വലിയ ഓർമ്മപ്പെടുത്തലായിക്കൊണ്ട് ഫുട്ബോൾ ലോകം ഇന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ചവനെന്ന ഖ്യാതിയോടെ. ഒരേ ഒരാൾ മാത്രമാണ്, അയാളുടെ പേരാണ് ലയണൽ മെസ്സി.